ഒരുപാട് സന്തോഷമുള്ളൊരു മുഹൂർത്തം, നമ്മൾ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്തം. അതിനൊക്കെയാണ് നമ്മൾ ഇന്ന് എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. നേരത്തെ ആങ്കർ സൂചിപ്പിച്ചിരുന്നു, കാരണം നമ്മുടെ ഇതൊരു കർഷക ഉത്സവം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നമുക്കറിയാം, നമ്മുടെ അനന്തപത്മനാഭൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആത്മാവാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ നിറപുത്തരിക്ക് നെല്ല് വർഷങ്ങളായിട്ട് ഇവിടെ നിന്നാണ് കൊയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷൻ തന്നെ ഇവിടുന്ന് കൊയ്ത നെല്ല് ചുമന്ന് പത്മനാഭന് കൊടുക്കുമെന്ന് നമ്മൾ കൊടുത്ത വാഗ്ദാനമായിരുന്നു. അതാണെന്ന് ഇവിടെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചത്. അതിനെല്ലാവരും സാക്ഷിയാവാനും സാധിച്ചു. കാരണം ഇത് ഒരു ഒന്നും രണ്ടും ദിവസത്തെ പ്രയത്നമല്ല, ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ കൃഷിഭവന്റെ ഉദ്യോഗസ്ഥരും നമ്മുടെ നഗരസഭയുടെ കൗൺസിലറും അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു മുഹൂർത്തത്തിന്റെ ഭാഗമാകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അവസരം ഇവിടെ ലഭിച്ചത്. നിരവധി നാളത്തെ തിരുവനന്തപുരം ജനതയുടെ ആഗ്രഹമായിരുന്നു ഇടയ്ക്ക് നിലച്ചുപോയ പുത്തരിക്കണ്ടത്ത് നെൽ വിളയിച്ച് അത് പത്മനാഭസ്വാമിക്ക് നിറപുത്തരി ദിനത്തിൽ എത്തിക്കണമെന്നുള്ള ആവശ്യം തിരുവനന്തപുരം ജനതയുടെ മുഴുവനും ആവശ്യമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ജനങ്ങളോട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നാടിൻ്റെ സംസ്കാരവും ഒത്തൊരുമയും കാർഷികോത്സവവും ഒക്കെ തന്നെ നിലനിർത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, ആധുനിക സാങ്കേതികവിദ്യയിൽ ലോകം കുതിക്കുമ്പോൾ ഭാരതം അനുസരിച്ച് അതിന് മുന്നേ കുതിക്കുമ്പോഴേക്കും ഒരു നാടിൻ്റെ സംസ്കാരം പൂർണ്ണമായി നിലനിന്നാൽ മാത്രമേ ആ നാടിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെയൊക്കെ കോർഡിനേഷൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിച്ച അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ ഒരു സംസ്കാരം എവിടെ തകരുന്നോ അവിടെ ഒരു നാടിൻ്റെ തകർച്ച ആരംഭിക്കും. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മുടെ നാടിനെ ചെറുതും വലുതുമായുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തിരുവനന്തപുരമായി നിലനിൽക്കുന്ന പത്മനാഭസ്വാമിയുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നു. നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് ആരംഭിക്കുന്ന 3 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെങ്കിൽ 1 മണിക്കോ 2 മണിക്കോ ഒക്കെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുകൊണ്ട് 3 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ കൃത്യമായ ഇടവേളകളിൽ വൈകുന്നേരം രാത്രി ഒരു 8 മണിക്കോ 8:30ക്കോ അവസാനിക്കുമ്പോഴേക്കും ഇതിനിടയിൽ നമ്മളൊക്കെ തന്നെ ഇനിയും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത നിരവധി ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ ചൈതന്യം ഇതുപോലെ നിലനിൽക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വികസനം കൂടിയപ്പോഴേക്കും നെൽകൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭരണസമിതി അധികാരത്തിന് വേണ്ടി ആദ്യ ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പ്, ഇവിടുത്തെ കാർഷിക വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വളരെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്തിരുന്നു. ശ്രീ കരമനാജിൻ്റെ നേതൃത്വത്തിലും സത്യവതിയുടെയൊക്കെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. കോർപ്പറേഷനിലെ ജീവനക്കാർ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഇത് നെൽകൃഷി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നന്നായിട്ട് ചർച്ച ചെയ്തിരുന്നു. എലിശല്യം വ്യാപകമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് രാത്രിയും പകലും എലിയൊക്കെ ഇത്രയും സ്ഥലത്തുനിന്ന് ഓടിച്ച് ഇത്രയും നെല്ല് ഇവർക്കൂടെ സംരക്ഷിച്ച് നിർത്താൻ പറ്റിയത്. ആദ്യം തന്നെ ഒരു വളരെ വരണ്ട ഒരു പ്രദേശമായി കിടന്ന ഇതിനെ ഈ ദൗത്യം ഏറ്റെടുത്ത് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് കരമനാജി തന്നെ വിളിച്ച് കാണിച്ചപ്പോഴേക്കും ഇത് കൃത്യമായിട്ട് വിത്ത് വിതയ്ക്കാൻ കഴിയുന്ന പാടമായി മാറ്റിയിരുന്നു. അപ്പോൾ എന്നോട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് എത്ര ടാങ്കർ വെള്ളമാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അജിത്ത് പറഞ്ഞത്. അങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ പിന്നാലെ നിന്നിട്ടാണ് ഒരു ദിവസം പറഞ്ഞത് നമുക്ക് വിത്തിറക്കാൻ സമയമായി എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ വന്നിട്ടാണ് ഇവിടെ ഞാറ് നട്ടത്. അതിനുശേഷം ഇടയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടായത്, എലിയുടെ വലിയ ശല്യം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വെച്ച് തന്നെ കടിച്ച് നശിപ്പിക്കാനുള്ള ഇടയുണ്ടെന്ന് പറഞ്ഞു. കൃഷി വകുപ്പുമായൊക്കെ ചർച്ച ചെയ്ത് അതിനൊക്കെ പരിഹരിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെയാണ് അത് നിർവഹിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ നെൽക്കതിരുകൾ ഭഗവാന്റെ അടുക്കൽ സമർപ്പിക്കുവാനുള്ള അടുത്ത ചടങ്ങ് കേൾക്കുന്നത്. 3 മണിക്ക് നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ട് ക്ഷേത്ര ഭാരവാഹികൾ അവിടെ ഉണ്ടായിരിക്കും, അവരെ ഏൽപ്പിക്കും. നിറപുത്തരി ദിവസം ആദ്യമായിട്ട് പത്മനാഭസ്വാമിക്ക് അവിടെ നിവേദ്യം ഒരുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നുള്ള നെൽമണികളായിരിക്കും, കതിരുകളായിരിക്കും. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുവാൻ വേണ്ടി കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കാരം നിലനിർത്തുവാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷന് ഈ കാര്യങ്ങളിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട്
എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ മേയർ ശ്രീ വി രാജേഷ്, വി മുരളീധരൻ MLA, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ ധന്യമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രിയതിന് ശേഷം ഇങ്ങനൊരു കൊയ്ത്ത് ഉത്സവത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനൊക്കെ ഓർക്കുന്ന എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് ഞങ്ങൾക്ക് ഒരു 6 പറക്കി നെല്ലുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ഈ കാലത്ത് കൊയ്യുന്ന രംഗം ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ നല്ല മഴ പെയ്യുന്ന സമയത്താണ് അന്ന് സ്ത്രീകളൊക്കെ അരയ്ക്കൊപ്പം ഏതാണ്ട് ചളിയിൽ നിന്നിട്ടാണ് അന്ന് കൊയ്തിരുന്നത്. പിന്നീട് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നെൽകൃഷി ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ എൻ്റെ പേരിൽ എഴുതി തന്നു. ഞാനതൊക്കെ വിറ്റു. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ പഴയ ഒരു ചിത്രം ഓർക്കുക. മാത്രമല്ല ഇവിടെ എല്ലാം ഇതിൻ്റെ ഒരു ആചാരമനുസരിച്ച് ഇവിടെ കൊയ്യുന്ന നെല്ലുപയോഗിച്ചാണ് ഇവിടെ നെല്ല് കുത്തി അരിയാക്കി അമ്പലത്തിൽ പായസമൊക്കെ വയ്ക്കുന്ന ഒരു ചടങ്ങ്. ഇതൊരു ആചാരമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും പരിപാലിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ കൂടെയാണ്. എപ്പോഴും ഏത് മതത്തിൻ്റെ ആണെങ്കിലും വിശ്വാസങ്ങൾക്കും ഒക്കെ ഒരുപാട് പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊയ്ത്തുത്സവങ്ങൾ പണ്ടൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഈ കൊയ്ത്തുത്സവത്തിൻ്റെ കാലത്ത് കൊയ്തെടുക്കുന്ന കതിര്, നെൽക്കതിർ വീടുകളിൽ ചുമരിൽ പതിക്കുന്നൊരു കാലമുണ്ടായി. അതായത് ചുമര് ചാണകം കൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കും. അത് വീട്ടിൽ അതിൻ്റെ നിറവുത്തിരി ഉണ്ടാകും വീടുകളിൽ ഈ സീസണിൽ. അപ്പം അങ്ങനെ നെൽക്കതിരെടുത്ത് അത് വീടിൻ്റെ ചുമരുകളിൽ ചാണകം ഉപയോഗിച്ച് അത് അവിടെ സ്ഥാപിക്കുന്നൊരു ചടങ്ങുണ്ടായി. പിന്നെ ഇതിനകത്ത് തൂക്കിയിടുന്ന അങ്ങനെയൊക്കെ ഒരുപാട് പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ സ്ഥിരം വീടുകളിൽ കാഴ്ചയായിരുന്നു. പക്ഷേ കാലം മാറി, കോലം മാറി, നമ്മളെ കൃഷിയൊക്കെ നമ്മൾ വിറ്റു. ഞാനുൾപ്പെടെ പുറത്തുനിന്ന് സാധനങ്ങൾ വരുത്താൻ തുടങ്ങി. അതോടുകൂടെ മായം കലർന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ക്യാൻസർ ഒരു പ്രധാന വില്ലനായി മാറി. ക്യാൻസറിന് രണ്ടാമത്തെ വില്ലൻ കിഡ്നിയാണ്. ഇത് രണ്ടും അടിച്ചു പോകുന്നത് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ വരുത്തി കഴിച്ച അന്ന് മുതൽക്കാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകരാൻ ആരംഭിച്ചത്. അപ്പോൾ ചില നല്ല കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു പോകും. പക്ഷേ ഇനി കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തേണ്ട ഒരു സ്ഥിരീകരണം, ഒരു ഇഞ്ച് ഭൂമി പോലും നമുക്ക് ബാക്കിയില്ല. അപ്പോൾ ഏതായാലും ആചാരങ്ങൾ പരിപാലിക്കുക നമുക്കിത് സന്തോഷമുള്ള കാര്യമാണ്. ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ നിറകുത്തിരി ചടങ്ങുകളുടെ ഇന്നത്തെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.